കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക തർക്കങ്ങളുമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കുറ്റകൃത്യങ്ങൾക്കും പിന്നിൽ. ബന്ധങ്ങളെക്കാൾ പണത്തിനും സ്വത്തിനും മനുഷ്യൻ വില കൽപ്പിക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉടലെടുക്കുകയാണ്. കോഴിക്കോട്ട് ഗർഭിണിയായ യുവതി ആത്മഹത്യ ചെയ്ത കേസ്, ഇടുക്കിയിൽ ഭാര്യാമാതാവിനെ യുവാവ് കൊലപ്പെടുത്തിയ സംഭവം, തലസ്ഥാനത്ത് കോടതി മുറിയിൽ ഭർത്താവിനെ ഭാര്യ ആക്രമിച്ച കേസ്. ഈ കേസുകളെല്ലാം പരിശോധിച്ചാൽ കാരണം ഒന്നേയുള്ളൂ. ഈ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് ഇന്നത്തെ പോലീസ് പട്രോൾ. സ്വാഗതം. കോടതി മുറിയിൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കൊമ്പുകോർക്കുകയും വാക്കേറ്റത്തിലേർപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങൾ നിരവധി ഉണ്ടാകാറുണ്ട്. എന്നാൽ കാട്ടാക്കടയിലെ കോടതി മുറിയിൽ ഭർത്താവിനെ ഭാര്യ ആക്രമിച്ചെന്ന വാർത്ത കേട്ടു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയായ ഭർത്താവിനെ കോടതിയിൽ എത്തിച്ചപ്പോഴാണ് ഭാര്യ പൊതിരെ തല്ലിയത്. ഭർത്താവിനെയും കൂട്ടുപ്രതിയായ യുവതിയെയും ഒരുമിച്ച് കണ്ടതാണ് പ്രകോപന കാരണം. കാട്ടാക്കട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രാവിലെ കോടതി നടപടികൾ തുടങ്ങി മിനിറ്റുകൾക്കകമാണ് നാടകീയമായ സംഭവം. കേസുമായി ബന്ധപ്പെട്ടെത്തിയ ഭർത്താവിനെ കോടതിയുടെ ഓഫീസിൽ കയറിയാണ് ഭാര്യ തല്ലിയത്. കല്ലയം സ്വദേശിനിയാണ് ഭാര്യ. ഭർത്താവ് കുടപ്പനക്കുന്ന് സ്വദേശിയും. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയായ ഇയാൾ കൂട്ടുപ്രതിയായ സ്ത്രീക്കൊപ്പമാണ് കോടതിയിലെത്തിയത്. ഈ സമയം ഇവിടെ എത്തിയ ഭാര്യ ഇരുവരെയും ഒരുമിച്ച് കണ്ടതിൽ പ്രകോപിതയായി ഭർത്താവിനെ അടിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് കോടതി നടപടികൾ അല്പസമയം തടസ്സപ്പെട്ടു. മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് പ്രകാരം ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിച്ചു. ഭാര്യയുടെ പേരിൽ കേസെടുത്ത ശേഷം പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. വടക്കേ ഇന്ത്യൻ മോഡൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ കേരളത്തിൽ ഇപ്പോൾ തുടർക്കഥയാണ്. കോഴിക്കോട് കൊളത്തൂരിൽ യുവാവ് മരിച്ചത് ആൾക്കൂട്ട മർദ്ദനത്തിലെന്നാണ് ബന്ധുക്കളുടെ പരാതി. ക്ഷേത്രത്തിന് സമീപം അബോധാവസ്ഥയിൽ കണ്ടെത്തി ചികിത്സയിലായിരുന്ന ബിനീഷ് പുലർച്ചെയാണ് മരിച്ചത്. ബന്ധുക്കളുടെ പരാതിയിൽ കാക്കൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഇക്കഴിഞ്ഞ 27-ന് രാവിലെയാണ് ബാലുശ്ശേരി കൊളത്തൂർ കരിയാത്തൻകോട്ട ക്ഷേത്രത്തിന് സമീപത്ത് ബിനീഷിനെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. കണ്ടെത്തുമ്പോൾ ബിനീഷ് അബോധാവസ്ഥയിലായിരുന്നു. ദേഹത്താകെ പരിക്കുണ്ടായിരുന്നെന്നും തലയ്ക്കു പിന്നിൽ വലിയ മുറിവുണ്ടായിരുന്നെന്നും ബന്ധുക്കൾ പറയുന്നു. മുടക്കല്ലൂർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ബിനീഷ് ഇന്ന് പുലർച്ചെ മരിച്ചു. ക്ഷേത്രോത്സവത്തിനിടെ പന്തൽ പൊളിക്കുന്നതിനെ ചൊല്ലി ബിനീഷും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. അമ്പലത്തിലുണ്ടായ വാക്കുതർക്കത്തിന് പിന്നാലെ ബിനീഷിനെ മർദ്ദിച്ചെന്നും ഇതാണ് മരണത്തിന് കാരണമായതെന്നുമാണ് ബന്ധുക്കളുടെ പരാതി. 400 ആൾക്കാർ അന്ന് അവിടെ വരെ ക്ഷേത്രം സംബന്ധിച്ചുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. ആരും ഇവനെ ആശുപത്രിയിൽ എത്തിക്കാനോ ഒന്നും കൂട്ടാക്കിയില്ല. ഈ അമ്പലത്തിന്റെ മുൻവശത്താണ് കൊണ്ടുപോയിട്ടത്, കുറച്ചവർ പോകുന്ന വഴിയിൽ. പക്ഷെ ഇവർക്ക് ഇവനെ കാണാണ്ട് പോകാനാവില്ല. ഒരുപാട് ആൾക്കാർ ഇവനെ അന്ന് കണ്ടിട്ടുണ്ട്. രാത്രി 12 മണിക്ക് പോയ ആൾക്കാരും അവിടെ കിടക്കുന്നത് കണ്ട ആൾക്കാരുണ്ട്. ചൊവ്വാഴ്ച തന്നെ ബന്ധുക്കൾ കാക്കൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ക്ഷേത്രത്തിൽ വെച്ച് വാക്കുതർക്കമുണ്ടായെങ്കിലും ബിനീഷിന് മരണകാരണമാവാവുന്ന മർദ്ദനമേറ്റതായി പോലീസിന് തെളിവ് ലഭിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവൂ. ബന്ധുക്കളുടെ പരാതിയിൽ കാക്കൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കോഴിക്കോട്. കൊല്ലം അഞ്ചാലും മൂട് നിന്ന് 5 വർഷം മുൻപ് കാണാതായ ഷപ്ന ഇപ്പോൾ എവിടെയാണ്? കടവൂരിൽ PSC പരീക്ഷാ പരിശീലനത്തിനായി രാവിലെ വീട്ടിൽ നിന്നും പോയ യുവതി പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. ഷപ്നയുടെ തിരോധാനത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് മാതാപിതാക്കളുടെ ആവശ്യം. അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ക്രൈംബ്രാഞ്ച് അന്വേഷണം എങ്ങും എത്താതായതോടെയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തിയത്.
PSC പഠിക്കാൻ പോയതാ. ഒരു 11 മണി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ വരുന്നു. ഷവിനാടും വീടാണെന്നും ഞാൻ പറഞ്ഞു. അന്നേരം ബീച്ചിൽ ബാഗ് കിടക്കുന്നെന്നും പറഞ്ഞ് വിളിച്ച്. അന്നേരം ഞങ്ങൾ ഓട്ടോ വിളിച്ച് അന്നേരം പോയി. പക്ഷെ ആളിനെയൊന്നും അവിടെ ഒന്നും കാണാൻ പറ്റിയില്ല. അന്ന് തൊട്ട് എല്ലാവരും അന്വേഷിക്കുന്നു. പക്ഷെ ഇതുവരെ ഒരു തെളിവില്ല. നമ്മളെ ഒന്ന് ഫോൺ വിളിക്കുക ഒന്നും ഇതുവരെ അറിയത്തില്ല. ഇനി ആരെങ്കിലും കൊണ്ടുപോയി പിടിച്ച് കൂട്ടിയിട്ടേക്കുന്നൊന്നും അറിയത്തില്ല. റജിലയുടെ ശബ്ദം ഇടറാൻ തുടങ്ങിയിട്ട്, വാക്കുകൾ മുറിഞ്ഞു പോകാൻ തുടങ്ങിയിട്ട്, കണ്ണുകൾ തോരാതായിട്ട് 5 കൊല്ലമാകുന്നു. 2018 ജൂലൈ 17 രാവിലെ 9:30 കടവൂരിൽ PSC പരീക്ഷാ പരിശീലനത്തിനായി പോയതാണ് മൂത്ത മകൾ ഷബ്ന. 11 മണിയോടെ ബാഗും സർട്ടിഫിക്കറ്റുകളും കൊല്ലം ബീച്ചിൽ നിന്ന് പോലീസ് കണ്ടെത്തി. ബന്ധുവായ യുവാവിനെ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ അന്വേഷണം. കാര്യമായ പുരോഗതി ഉണ്ടാകാതെ വന്നതോടെ കുടുംബം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകി. തുടർന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തെങ്കിലും അന്വേഷണം എങ്ങും എത്തിയില്ല. അന്നോട്ടേ അന്വേഷണം നടക്കുന്നു. പക്ഷെ ഒന്നും ഇതുവരെ നമുക്ക് ഇതൊന്നും ആളെവിടെ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ഹൈക്കോടതി കേസ് അടക്കി. ഇനി 3-ാം തീയതി കേസുണ്ട്. CBIക്ക് കൈമാറണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആവശ്യപ്പെട്ട് അവരെ ഏറ്റെടുത്ത് മോളെ കണ്ടെത്തി തരണം. ജസ്ന തിരോധാന കേസ് CBI ഏറ്റെടുത്ത നടപടിയാണ് കുടുംബത്തിന് പുതിയ പ്രതീക്ഷ നൽകിയത്. CBI അന്വേഷിച്ചാൽ മകളെ കണ്ടെത്താൻ കഴിയുമെന്നാണ് കുടുംബത്തിന്റെ വിശ്വാസം. ന്യൂസ് 18 കൊല്ലം. വീട്ടിൽ തനിച്ചു താമസിക്കുന്ന വയോധികരുടെ ശ്രദ്ധയ്ക്ക്, രാത്രിയിലായാലും പകലായാലും നിങ്ങൾ തനിച്ചാണെങ്കിൽ വീടിന്റെ വാതിലുകൾ അടച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. തൃശൂരിൽ പട്ടാപ്പകലാണ് വയോധികയുടെ കഴുത്തിൽ കത്തിവെച്ച് മാല കവർന്നത്. ഇവർ വീടിനകത്ത് TV കണ്ടുകൊണ്ടിരിക്കെ തുറന്നു കടന്ന മുൻവാതിലിലൂടെയാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. പട്ടിക്കാട് ചാണോത്ത് കനാൽപ്പുറം ഓഷോ മിൽക്കിന് സമീപമാണ് സംഭവം. വാഴപ്പള്ളി കരുണാകരന്റെ ഭാര്യ ലീല എന്ന 82-കാരിയുടെ 2 പവന്റെ മാലയും താലിയുമാണ് മോഷ്ടിച്ചത്. ഇവർ വീട്ടിൽ തനിച്ചായിരിക്കുമ്പോഴാണ് മോഷണം. വൃദ്ധ വീടിനകത്ത് TV കണ്ടിരിക്കെ തുറന്നു കിടന്നിരുന്ന മുൻവാതിലൂടെയാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. തുടർന്ന് ലീലയുടെ പുറകിലെത്തി കഴുത്തിൽ കത്തിവെച്ച് മാല വലിച്ചു പൊട്ടിച്ചു. ലീലയെ കട്ടിലിലേക്ക് തള്ളിയിട്ട ശേഷം മുൻവാതിൽ വഴി തന്നെയാണ് മോഷ്ടാവ് രക്ഷപ്പെട്ടത്. സംഭവത്തിൽ പീച്ചി പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 തൃശൂർ. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒളിഞ്ഞിരിക്കുന്ന കെണിയെക്കുറിച്ച് എത്ര ഉപദേശിച്ചാലും പറഞ്ഞാലും ചില പെൺകുട്ടികളും യുവതികളും പാഠം പഠിക്കില്ല. വലിയ അപകടങ്ങളിൽ ചെന്നുപെട്ടാൽ മാത്രമേ ഈ ചതിയെക്കുറിച്ച് തിരിച്ചറിയുകയുള്ളൂ. കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയായ മുക്താർ എന്ന യുവാവ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട നിരവധി യുവതികളെയാണ് ലൈംഗിക ചൂഷണത്തിന് ഇരകളാക്കിയത്. ഇവരെ ഭീഷണിപ്പെടുത്തി സ്വർണ്ണാഭരണവും പണവും കവരുകയും ചെയ്തു. മുക്താർ എന്ന ഈ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി യുവതികളാണ് ഇയാളുടെ ചതിയിൽപ്പെട്ടത്. കൊടുവള്ളി സ്വദേശിയായ യുവതിയെ കബളിപ്പിച്ച് സ്വർണ്ണാഭരണം കവർന്നുവെന്ന പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വയനാട് തരുവണ സ്വദേശി മുക്താർ പിടിയിലായത്. സാമ്പത്തിക പരാധീനതകളുള്ള യുവതികളെ കണ്ടെത്തി സൗഹൃദം സ്ഥാപിക്കുകയും ലൈംഗികമായി ചൂഷണം ചെയ്ത ശേഷം സ്വർണ്ണാഭരണം കവർ ചെയ്യുകയുമാണ് പ്രതിയുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. കൊടുവള്ളി സ്വദേശിനിയുടെ 1 പവൻ സ്വർണ്ണാഭരണമാണ് പ്രതി കൈക്കലാക്കിയത്. ഇത് വിൽപ്പന നടത്തിയ കൽപ്പറ്റയിലെ ജൂവലറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. നേരത്തെ വയനാട് അമ്പലവയലിലെ വിധവയോടും മകളോടും സൗഹൃദം സ്ഥാപിച്ച് വീട്ടിലെത്തിയ പ്രതി 4.5 പവൻ സ്വർണവും മൊബൈൽ ഫോണും അപഹരിച്ചിരുന്നു.
പാലക്കാട്, മലപ്പുറം ജില്ലകളിലും സമാന രീതിയിൽ നിരവധി യുവതികളെ തട്ടിപ്പിനിരയാക്കിയിട്ടുണ്ടെന്ന് കേസന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന കൊടുവള്ളി ഇൻസ്പെക്ടർ പി ചന്ദ്രമോഹൻ പറഞ്ഞു. താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കോഴിക്കോട്. ഇരകൾക്ക് നീതി കിട്ടാത്ത സംഭവങ്ങളും കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നടപടികളും കണ്ടാൽ പോലീസിനെ പലപ്പോഴും പോലീസ് പട്രോൾ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ ക്രമസമാധാന പാലനത്തിനിടെ പോലീസുകാർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. വലിയ സംഘർഷങ്ങൾക്കിടെ അക്രമികൾ കാക്കിയിട്ടവനെ പോലും ഭയക്കാത്ത നാടാണിത്. കൊല്ലം പത്തനാപുരത്ത് ഉത്സവാഘോഷത്തിനിടെ പോലീസുകാരെ സംഘം ചേർന്ന് വളഞ്ഞിട്ട് മർദ്ദിച്ചു. 1000 ആളുകളെ നിയന്ത്രിക്കാൻ സാധാരണഗതിയിൽ 10 പോലീസുകാർ മതിയാകും. അതാണ് കാക്കിയുടെ പവർ. വലിയ അക്രമാസക്ത സമരങ്ങളെ പോലും കാക്കിയുടെ കരുത്തിൽ തുരത്തുന്ന പോലീസുകാർക്ക് പത്തനാപുരത്ത് പണി പാളി. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 9:30 പത്തനാപുരം പിറവന്തൂർ ശാസ്താംപടിക്കൽ ശിവപാർവതി ക്ഷേത്ര പരിസരം ഉത്സവാഘോഷ തിമിർപ്പിലാണ്. ഘോഷയാത്ര പിറവന്തൂർ ഗുരുമന്ദിരം ജംഗ്ഷനിലെത്തിയ സമയം അമ്പലത്തിലെ 2 കരക്കാരായ സോമൻകരയും കൈലാസം കുന്നുകരയും പരസ്പരം ഏറ്റുമുട്ടി. ഉത്സവ ഡ്യൂട്ടിക്കെത്തിയ പോലീസുകാർ പിന്നൊന്നും ആലോചിച്ചില്ല. അടിയുടെ നടുവിലേക്ക് ചാടി വീണു. പിന്നെ സംഭവിച്ചത് ഇതായിരുന്നു. പ്രത്യേക വേഷത്തിലെത്തിയ സോമൻകരക്കാരാണ് പോലീസുകാരെ വളഞ്ഞിട്ട് തല്ലിച്ചതച്ചത്. മർദ്ദനമേറ്റ പോലീസ് ഉദ്യോഗസ്ഥർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. IPC 353, 333, 34, കേരള പോലീസ് ആക്ട് 117E എന്നിവ പ്രകാരം പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തു. പോലീസുകാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ന്യൂസ് 18 കൊല്ലം. കൊല്ലത്ത് സംഘർഷത്തിനിടെയാണ് പോലീസുകാർക്ക് മർദ്ദനമേറ്റതെങ്കിൽ കൊച്ചിയിൽ പ്രതികളെ പിടികൂടുമ്പോഴാണ് ആക്രമണമുണ്ടായത്. മോഷ്ടാക്കളെ പിടികൂടാനെത്തിയ പോലീസുകാരെ ബിയർ കുപ്പി കൊണ്ട് കുത്തി. ബൈക്കിലെത്തി വീട്ടമ്മയുടെ മാല മോഷ്ടിച്ച് കടന്ന പ്രതികളെ പിടികൂടുമ്പോഴാണ് ട്രാഫിക് SIക്കും ASIക്കും പരിക്കേറ്റത്. ബൈക്കിലെത്തി വീട്ടമ്മയുടെ മാല പൊട്ടിച്ച തമിഴ്നാട് സ്വദേശികളായ കണ്ണൻ, സായിരാജ് എന്നിവരാണ് പോലീസുകാരെയും ആക്രമിച്ചത്. ഇടപ്പള്ളിയിൽ വീട്ടമ്മയുടെ മാല പൊട്ടിച്ച ശേഷം ബൈക്കിൽ കടന്നുകളയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ സംഭവം. മോഷണ വിവരം വീട്ടമ്മ പോലീസിൽ അറിയിച്ചു. പ്രതികളെത്തിയ ബൈക്കിന് നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നീട് CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രതികൾക്കായി തെരച്ചിൽ ആരംഭിച്ചു. പ്രതികളെക്കുറിച്ചുള്ള വിവരം ട്രാഫിക് പോലീസിനുൾപ്പെടെ നൽകിയിരുന്നു. തുടർന്ന് ഇടപ്പള്ളിയിൽ നിന്ന് പാലാരിവട്ടം ഭാഗത്തേക്ക് ബൈക്കിൽ പോവുകയായിരുന്ന പ്രതികളെ ട്രാഫിക് പോലീസ് തിരിച്ചറിഞ്ഞു. ഇവരെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പ്രതികൾ 2 പേരും സമീപത്തെ ഇടവഴിയിലേക്ക് ഓടി. പ്രദേശത്തെ ഒരു കെട്ടിടത്തിന്റെ പിറകുവശത്ത് ഒളിച്ചിരുന്ന പ്രതികളെ നാട്ടുകാരുടെ സഹായത്തോടെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇരുവരും പോലീസുകാരെ ആക്രമിച്ചത്. കയ്യിൽ കിട്ടിയ ബിയർ കുപ്പി പൊട്ടിച്ച് പോലീസുകാരെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. 2 പേരുടെയും കൈക്കാണ് കുത്തേറ്റത്. ഞങ്ങൾ പാലാരിവട്ടം ഭാഗത്ത് ഡ്യൂട്ടിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇവർ ഇട റോഡിലൊക്കെ ഓടി വരുന്ന കണ്ടിട്ട് അങ്ങനെ റോഡിലെ വരുമ്പോഴത്തേക്ക് PJ ആന്റണി റോഡിലെത്തിയപ്പോൾ ഇവർ നമ്മളെ മുമ്പിൽ പെട്ട് നമ്മളെ കണ്ടിട്ട് ഇവർ ഇറങ്ങി ഓടി, ബൈക്ക് ഉപേക്ഷിച്ച് ഇറങ്ങി ഓടി. ഞങ്ങളും പിന്നാലെ ഓടി ഒരു കെട്ടിടത്തിൻ്റെ പുറകിൽ പോയി. അവിടെ നിന്ന് ഞങ്ങളിവരെ കീഴടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇവർ ഞങ്ങളെ ആക്രമിച്ച് മാക്സിമം നമ്മൾ ട്രൈ ചെയ്തെങ്കിലും അവരെ ആക്രമിച്ച് ഞങ്ങളെ റജിയുടെ കൈക്കും പിടിച്ച് തിരിച്ച് എനിക്കും കയ്യിലൊക്കെ പരിക്കുണ്ടാക്കി. അവർ രക്ഷപ്പെട്ട് നമ്മൾ പിറകെ വീണ്ടും ഓടി അപ്പുറത്തൊരു കെട്ടിടത്തിനകത്ത് ഒരു ചാടി കിടന്ന് അവിടെ ചുറ്റും ഞങ്ങൾ നാട്ടുകാരെ സഹായത്താൽ വളഞ്ഞു നിർത്തി കൂടുതൽ പോലീസിനെ വിളിച്ചു വരുത്തി അവിടെ നിന്ന് അവരെ പിടിച്ചുകൂടി. അതാണ് സംഭവം. പരുക്കേറ്റ 2 പോലീസുകാരെയും പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇരുവരും ആശുപത്രി വിട്ടു. കണ്ണൻ, സായിരാജ് എന്നിവരെ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിനു മുൻപും ഇവർ മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി.
കേരള പോലീസിന് ശനിദശയുടെ ദിവസമായിരുന്നു ഇന്ന്. കൊച്ചിയിലും കൊല്ലത്തും പോലീസിന് നേരെ ആക്രമണമുണ്ടായപ്പോൾ കായംകുളത്ത് പ്രതിയെ പിടികൂടുന്നതിനിടെ പോലീസുകാരന്റെ കാലൊടിഞ്ഞു. കായംകുളത്ത് കോടതിയിൽ നിന്നും ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പ്രതി ഓടി രക്ഷപ്പെട്ടു. ഇയാളെ പിടികൂടുന്നതിനിടെ ഉണ്ടായ ആക്രമണത്തിലാണ് AR ക്യാമ്പിലെ പോലീസുകാരനായ അനന്തുവിന്റെ കാലൊടിഞ്ഞത്. തിരുവല്ല കല്ലുങ്കൽ സ്വദേശി വിഷ്ണുവാണ് പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. നേരത്തെ മാവേലിക്കര സബ് ജയിലിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട പ്രതിയെ പിന്നീട് പിടികൂടി തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. ജയിൽ ചാട്ടക്കേസുമായി ബന്ധപ്പെട്ടാണ് വിഷ്ണുവിനെ മാവേലിക്കര കോടതിയിൽ ഹാജരാക്കിയത്. ഇവിടെ നിന്ന് മടക്കിക്കൊണ്ടുപോകുമ്പോഴാണ് പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോകുന്നതിനായി കായംകുളം KSRTC സ്റ്റാൻഡിലെത്തിയപ്പോൾ വിഷ്ണു മൂത്രമൊഴിക്കണമെന്നാവശ്യപ്പെട്ടു. ശൗചാലയത്തിന് മുന്നിലെത്തിയ ശേഷം പോലീസുകാർ വിലങ്ങഴിച്ചു. ഈ സമയം പോലീസിനെ വെട്ടിച്ച് വിഷ്ണു KSRTC സ്റ്റാൻഡിന് പിന്നിലൂടെ ഓടുകയായിരുന്നു. പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ വിഷ്ണു ആക്രമിച്ചപ്പോഴാണ് AR ക്യാമ്പിലെ പോലീസുകാരനായ അനന്തുവിന്റെ കാലൊടിഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു. നാട്ടുകാരും കായംകുളം പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയുടെ പിന്നാലെ ഓടുന്നതിനിടെ പോലീസുകാർ മറിഞ്ഞു വീഴുന്നതും CCTV ദൃശ്യങ്ങളിൽ കാണാം. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് കായംകുളം പോലീസും ഇയാൾക്കെതിരെ കേസെടുത്തു. ന്യൂസ് 18 കായംകുളം. കൊല്ലം ചിതറയിൽ ഒരു യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിലേക്കാണ് പോലീസ് പട്രോൾ ഇനി പോകുന്നത്. കിളിമാനൂർ സ്വദേശി കുട്ടൻ എന്ന് വിളിക്കുന്ന സജീവനെയാണ് തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളുടെ സുഹൃത്തുക്കളായ രണ്ടുപേരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. മദ്യപാനത്തിലുണ്ടായ തർക്കത്തിൽ യുവാവിനെ കൊലപ്പെടുത്തിയതാണോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. കിളിമാനൂർ സ്വദേശി കുട്ടൻ എന്ന് വിളിക്കുന്ന സജീവാണ് മരിച്ചത്. മൃതദേഹത്തിന്റെ തല വെള്ളത്തിൽ മുങ്ങിയ നിലയിലായിരുന്നു. തലയിൽ മുറിവേറ്റ പാടുണ്ട്. മടത്തറയിലെ പൊതുമരാമത്ത് കരാറുകാരന്റെ കൂടെയാണ് 7 വർഷമായി സജീവ് പണിയെടുത്തിരുന്നത്. 37-കാരനായ സജീവ് സ്ഥിരമായി മദ്യപിക്കുന്ന സ്വഭാവമുള്ളയാളാണെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. ഇയാൾ താമസിക്കുന്നിടത്തേക്കുള്ള വഴിക്കരികിലാണ് മൃതദേഹം കിടന്ന തോടുള്ളത്. ഈ ഭാഗം പൊതുവെ വിജനമാണ്. സജീവ് എൻ്റെ കൂടെ പണിക്ക് വന്നുകൊണ്ടിരുന്ന ആവശ്യമാണ്. ഇന്ന് രാവിലെ ഒരു ഫോൺ കാൾ വന്നപ്പോഴാണ് അറിയുന്നത് ഇന്ന് തോട്ടിൽ മരിച്ചതാണ്. ഞാൻ ഇവിടെ എത്തി. സംഭവത്തിൽ ചിതറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സജീവിനോടൊപ്പം രാത്രിയിൽ മദ്യപിച്ചിരുന്ന 2 സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു. സജീവ് കാൽ വഴുതി വെള്ളത്തിലേക്ക് വീണതാകാമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. ഉറ്റവരെ പോലും വിശ്വസിക്കരുതെന്ന് പോലീസ് പട്രോൾ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചതാണ്. ബന്ധുക്കളും വീട്ടുജോലിക്കാരും ചിലപ്പോൾ കവർച്ചക്കാരുടെ വേഷത്തിലെത്താം. തിരുവനന്തപുരം വർക്കലയിൽ വീട്ടുകാരെ കബളിപ്പിച്ച് സ്വർണം കവർന്ന കേസിൽ വീട്ടുജോലിക്കാരി അറസ്റ്റിലായി. വർക്കല സ്വദേശിനി സരിതയാണ് പോലീസിന്റെ പിടിയിലായത്. വർക്കല സ്വദേശി സുനിൽകുമാറിന്റെ വീട്ടിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. 80,000 രൂപ വിലമതിപ്പുള്ള 14.5 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ നെക്ലേസും 4 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ മോതിരവും 16 ഗ്രാം തൂക്കമുള്ള 2 വളകളുമാണ് മോഷ്ടിച്ചത്. വീട്ടുകാർക്ക് സംശയം തോന്നാത്ത തരത്തിൽ പല തവണകളായിട്ടായിരുന്നു മോഷണം. 11 വർഷമായി സുനിൽകുമാറിന്റെ വീടുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന സരിത വീട്ടുകാരുടെ വിശ്വസ്തയായിരുന്നു. സുനിൽകുമാറിന്റെ ഭാര്യ സ്ഥിരമായി ഉപയോഗിക്കുന്ന വള കുളിക്കാൻ പോകുമ്പോഴും ഉറങ്ങുമ്പോഴും ഊരിവയ്ക്കുക പതിവായിരുന്നു. അടുത്തിടെ ഇവർക്ക് വള മുക്കുപണ്ടമാണെന്ന് സംശയം തോന്നുകയും സരിതയെ വിളിച്ചു വരുത്തി ഇതേക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. പരസ്പര വിരുദ്ധമായി മറുപടി നൽകിയതോടെ സംശയം തോന്നിയ സുനിൽകുമാർ വർക്കല പോലീസിൽ പരാതി നൽകി. സുനിൽകുമാറിന്റെ ഭാര്യയും മകളും ധരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളുടെ
അതേ മാതൃകയിലുള്ള മുക്കുപണ്ടം സംഘടിപ്പിച്ച ശേഷം യഥാർത്ഥ സ്വർണം മോഷ്ടിക്കുകയാണ് സരിത ചെയ്തിരുന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. വള മാത്രമാണ് മോഷ്ടിച്ചതെന്നായിരുന്നു യുവതിയുടെ ആദ്യമൊഴി. സ്വകാര്യ ബാങ്കിൽ അന്വേഷിച്ചപ്പോഴാണ് ലക്ഷങ്ങൾ വിലമതിപ്പുള്ള സ്വർണം പണയം വച്ചിരിക്കുന്നത് പോലീസ് കണ്ടെത്തുന്നത്. സരിതയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 1,30,000 രൂപയും കണ്ടെടുത്തു. സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ. വിദ്യാർത്ഥികളുടെ ഏറ്റുമുട്ടൽ വെറും കുട്ടിക്കളിയായി കാണാനാകില്ല. ചെറിയ വാക്ക് തർക്കങ്ങൾ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സംഭവങ്ങൾ നിരവധി ഉണ്ടാകാറുണ്ട്. കോഴിക്കോട് നാദാപുരത്ത് വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. പോലീസ് ലാത്തി വീശിയതോടെയാണ് രംഗം ശാന്തമായത്. രാത്രി 10 മണിയോടെയായിരുന്നു സംഘർഷം. നാദാപുരം മേഖലയിൽ ഒരു സ്കൂളിലെ +1, +2 വിദ്യാർത്ഥികൾ ബസ് സ്റ്റാൻഡിന് പിൻവശം സംഘടിച്ച് പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. പട്ടിക കഷ്ണങ്ങളും വടിവാളുകളുമായി എത്തി ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയതോടെ പോലീസ് സ്ഥലത്തെത്തി. പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും വീണ്ടും സംഘർഷം തുടർന്നു. ഇതേ തുടർന്ന് പോലീസ് ലാത്തി വീശിയാണ് രംഗം ശാന്തമാക്കിയത്. ടൗണിൽ അടുത്തിടെ തുടങ്ങിയ മധുരപാനീയങ്ങൾ വിൽക്കുന്ന കടയിലെത്തിയവർ തമ്മിലാണ് സംഘർഷമുണ്ടായത്. വലിയ തിരക്കനുഭവപ്പെടുന്ന കട ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും ആരോപണമുണ്ട്. നാദാപുരം സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സംഘർഷം അമർച്ച ചെയ്തത്. ന്യൂസ് 18 വടകര. ഗാർഹിക പീഡനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക കൊല്ലത്തെ വിസ്മയുടെയും ഉത്രയുടെയും മുഖമാണ്. ഇവരെ പോലെ മറ്റൊരു യുവതിയെ കണ്ടു കോഴിക്കോട് തൊട്ടിൽപ്പാലം സ്വദേശിനി അസ്മീന. ഇക്കഴിഞ്ഞ മാർച്ച് 12-ന് ഭർത്തൃവീട്ടിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അസ്മീന മരിക്കുമ്പോൾ അവർ ഗർഭിണിയായിരുന്നു. ഭർത്തൃവീട്ടിലെ പീഡനത്തെ തുടർന്ന് തൂങ്ങി മരിച്ചെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. പരാതിക്ക് പിന്നാലെ അസ്മീനയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അസ്മീനയെ പോലെ ഭർത്തൃവീട്ടിലെ പീഡനം സഹിച്ചു കഴിയുന്ന നിരവധി യുവതികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഭയം കാരണമോ നാണക്കേട് മൂലമോ എല്ലാം സഹിച്ച് നീറിക്കഴിയുന്നവർ. എന്നാൽ ഭർത്താവിന്റെ വീട്ടിൽ അടിമയെ പോലെ കഴിയേണ്ടവളല്ല ഭാര്യ എന്ന തിരിച്ചറിവ് വേണം. നിങ്ങളുടെ ജീവിതത്തിൽ സമാനമായ അനുഭവങ്ങളുണ്ടെങ്കിൽ, വേദനിപ്പിക്കുന്ന സംഭവങ്ങളുണ്ടെങ്കിൽ പോലീസ് പട്രോളിനെ അറിയിക്കാം. ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ 6281 280055. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.